നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുമ്പാകെ വളരെ വേദനാജനകമായിട്ടുള്ളൊരു സംഭവം അരങ്ങേറുകയുണ്ടായി. പ്രബാൽ പ്രതാപ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കേസ് വാദിക്കാനായിട്ട് എഴുന്നേറ്റു. കോടതി ചോദിച്ചു, ആർ യു ഇൻ പാർട്ടി ഇൻ പേഴ്സൺ, അതായത് കക്ഷി തന്നെ വക്കീൽ ഒരാൾ തന്നെ അല്ലേ എന്നുള്ള അർത്ഥത്തിൽ. അതെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തി സോവറീൻ എന്നാണ്. അതായത് അദ്ദേഹം സർവാധികാരി എന്നുള്ള നിലയിലാണ് പരിചയപ്പെടുത്തിയത്. അതുമാത്രമല്ല, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജഡ്ജിമാരെ ജുഡീഷ്യൽ സർവൻസ് എന്നാണ്, അത് നീതിന്യായ വകുപ്പിലെ ജീവനക്കാർ എന്നുള്ള അർത്ഥത്തിൽ തരം താഴ്ത്തിക്കൊണ്ടുമായിരുന്നു ജഡ്ജിമാർക്കെതിരെയുള്ള നേർക്കുള്ള അദ്ദേഹത്തിൻ്റെ അഭിസംബോധന. ജഡ്ജിമാരെന്ന് പറയുന്നത് നമ്മുടെ KV വിശ്വനാഥനും അലോക് ആർദ്രെ എന്ന് പറയുന്ന രണ്ട് ജഡ്ജിമാരായിരുന്നു. ഈ KV വിശ്വനാഥൻ എന്ന് പറയുന്ന മലയാളി കൂടിയാണ്. അപ്പോൾ ഇദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു, ലഖ്നൌവിലെ ASPക്കെതിരെ ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ആവശ്യം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചോദിച്ചു, എന്താണ് രേഖകൾ, അത് വിശദീകരിക്കണമല്ലോ. ഈ ചോദ്യം വന്നുടനെ തന്നെ ഇദ്ദേഹം വളരെ ക്ഷുഭിതനായി കയ്യിരുന്ന പേപ്പറുകളെല്ലാം കൂടെ ജഡ്ജിമാരുടെ നേർക്ക് വലിച്ചെറിയുകയാണ് ചെയ്തത്. പെട്ടെന്ന് തന്നെ സെക്യൂരിറ്റി അവിടെ എത്തി ഇദ്ദേഹത്തെ കീഴ്പ്പെടുത്തി പുറത്താക്കുകയും ചെയ്തു. Are you the party in person? Yes. Prabal Pratap. Yes. Mr. Judicial Servant, I order you to order the registration of FIR against ACP Vikas Nagar Lucknow and You are Duplex ordering me. Technologies. You are ordering us. I am the sovereign and Duplex Technology Services for running cybercrime syndicate in across the country. That's all from my side. Everything is on record in 155 pages of the file, and that's all from my side. And these are few papers I have. So at this point, ये दे देना मादरचोद CGI. പക്ഷേ ഇത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പാർട്ടി ഇൻ പേഴ്സൺ എന്ന് പറയുമ്പോൾ സ്വന്തം കേസ് വാദിക്കുന്നവർക്ക് അമിതമായ താല്പര്യം കേസ് ജയിക്കണം എന്നുണ്ടാകും. അങ്ങനെ അവർ വാദിക്കുന്ന സന്ദർഭത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്നും അവർക്ക് ഇഷ്ടമല്ല എന്നവർക്ക് തോന്നുന്ന, അല്ലെങ്കിൽ കോടതി തൻ്റെ വാദങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്ന് തോന്നിയാൽ ഉടനെ തന്നെ ക്ഷുഭിതരാകും. കാരണം പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ് അവിടെ ഇൻവോൾവ് ആയിരിക്കുന്നത്. അതൊരു ദോഷകരമായ സംഭവമാണ്. ഇപ്പോൾ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ തുടങ്ങിയുള്ള കേസുകളിൽ പാർട്ടി ഇൻ പേഴ്സൺ കൊടുക്കുന്ന വക്കീൽ തന്നെ കേസ് വാദിക്കുന്നതിനകത്ത് യാതൊരു അപാകതയുമില്ല. പക്ഷേ ഇത് വളരെ മോശകരമായ സംഭവമാണ്. ഇത് ഇന്ത്യയിൽ പല സ്ഥലത്തും അരങ്ങേറിയിട്ടുണ്ട്. കൊല്ലം കോടതിയിൽ ഇത്തരത്തിലൊരു സംഭവത്തിന് ഞാൻ സാക്ഷിയാവുകയും ചെയ്തു. ഒരു അഭിഭാഷകൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരുന്ന ഒരു വഴിയെ സംബന്ധിച്ചുള്ളൊരു തർക്കമായിരുന്നു. അതിൽ അദ്ദേഹം കോടതിയിൽ വാദിക്കുന്ന സന്ദർഭത്തിൽ കോടതി എന്തോ ചില സംശയങ്ങൾ ചോദിച്ചപ്പോൾ കോടതിക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹം വളരെ ക്ഷുഭിതനാവുകയും ഈ കോടതിയുടെ മുമ്പിൽ ഞാൻ കേസ് വാദിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്കൗട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു രീതിയിൽ കോടതി ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഈ തരത്തിൽ സ്വന്തമായി ഉള്ള കേസുകൾ വാദിക്കുമ്പോൾ ആ വക്കീലിന് തൻ്റെ നിലവിട്ട് ചിലപ്പോൾ പെരുമാറുന്ന സ്ഥിതി നമ്മൾ കാണാറുണ്ട്. നമുക്കറിയാം, ഓവർ ആങ്സൈറ്റി, ഓവർ ഇമോഷൻ, ഇതൊക്കെയാണ് അതിൻ്റെ പിന്നിൽ. നമുക്കറിയാം, ഡോക്ടർമാർ അവർ സ്വയം ചികിത്സിക്കാറില്ല, ചെറിയ അസുഖങ്ങൾ ഒഴിച്ച്. സ്വന്തം ഉറ്റവരെയും ബന്ധുക്കളെയും ഒന്നും അവർ ചികിത്സിക്കാറില്ല. കാര്യം ഒരു ആങ്സൈറ്റി ഉണ്ടാകുമ്പോൾ പിഴവുകൾ സംഭവിക്കാം. അവിടെയും ഇതാണ്. പക്ഷേ അവരത് കീപ്പ് ചെയ്യുന്നു. പക്ഷേ വക്കീലന്മാർ സ്വന്തം കേസ് ഈ ആങ്സൈറ്റി ഉണ്ടാകുമെന്നും തൻ്റെ നാക്ക് പിഴയ്ക്കും എന്നുമൊക്കെ അറിയാമായിരുന്നിട്ട് കൂടിയും ചിലപ്പോൾ കയറി വാദിച്ച് വഷളാകുന്ന സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിൽ ഉണ്ട്. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇത് സംഭവിക്കാതിരിക്കാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. അതിന് ഈ പാർട്ടി ഇൻ പേഴ്സൺ കേസ് വാദിക്കുന്നതിന് ചില പ്രത്യേക നിബന്ധനകളും ഗൈഡ് ലൈൻസും ഉണ്ടാകണം. അദ്ദേഹത്തെ ഒരു മെഡിക്കൽ പരിശോധനയ്ക്ക് തന്നെ വിധേയനാക്കിയിട്ട് വേണം
ഈ പാർട്ടി ഇൻ പേഴ്സൺ കേസ് വാദിക്കാൻ അനുവദിക്കേണ്ടത്? ഇദ്ദേഹം വളരെ ഹൈലി ഇമോഷണൽ ആവുന്ന ആളാണോ, അതോ മാനസികമായ എന്തെങ്കിലും പ്രശ്നമുള്ള ആളാണോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് വേണം, ഒരു സർട്ടിഫിക്കറ്റ് കൂടെ മേടിച്ചിട്ട് വേണം ഇങ്ങനെയുള്ളവരെ കൊണ്ട്, പാർട്ടി ഇൻ പേഴ്സണെ കൊണ്ട് കേസ് വാദിപ്പിക്കേണ്ടത്. വാദിക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ ചെയ്തികളെ, നടപടികളെ നിരീക്ഷിക്കത്തക്ക ഒരു സംവിധാനം ഉണ്ടാകണം. എന്തെങ്കിലും അശുഭകരമായ ഒന്നുണ്ടായാൽ ഉടൻ തന്നെ ഇടപെടണം. ഇപ്പോൾ ഏതായാലും സുപ്രീം കോടതി മുമ്പാകെയുള്ള സംഭവത്തിൽ ഉടനടി ഇടപെടലുണ്ടായി, പ്രശ്നം പരിഹരിച്ചു. ഈ വിഷയത്തെക്കുറിച്ച് ലോകം വളരെ സീരിയസായി ചർച്ച ചെയ്ത് ഇതിന് ഒരു പരിഹാരം കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.